ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാൻ വേണ്ടി മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ നന്ദുമോനും ഗൗരിമോളും കൂടി ചേർന്ന് പോയിരിക്കുകയാണ് തന്റെ അച്ഛനമ്മമാരെ കണ്ടുപിടിക്കാൻ വേണ്ടി. ആൾക്കൂട്ടത്തിനിടയിലൊക്കെ ഇങ്ങനെ ഈ ഒരു പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് പോയാൽ അച്ഛനെ അമ്മയും തിരിച്ചറിയാനായിട്ട് കഴിയും. ഞാനൊരു സിനിമയിൽ കണ്ടിട്ടുണ്ടെന്നൊക്കെ ഗൗരിമോള് നന്ദുമോന് ഊർജ്ജം ഇങ്ങനെ പകർന്നു കൊടുത്തു. അപ്പൊ നന്ദുമോന് ഓർത്തു, ആ ശരിയാ, അവിടെയാണല്ലോ ഒത്തിരി പേരൊക്കെ കൂടുന്നത് ഉത്സവങ്ങൾക്കും പെരുന്നാളുകൾക്കും ഒക്കെ. എന്നാ പിന്നെ പോയേക്കാന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ പ്ലക്കാർഡ് തൂക്കി പിടിച്ചുകൊണ്ട് ഒരു ഓട്ടോറിക്ഷയെ കയറി പോയി. ഏതായാലും ആ ഓട്ടോറിക്ഷക്കാരൻ അത്രയ്ക്ക് നല്ലൊരു മനുഷ്യൻ തന്നെ ആയതുകൊണ്ട് തന്നെ പോലീസിനെ ഇങ്ങനെ വിവരം അറിയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്തു, നന്ദു ഗൗരിമോളും കൂടെ ആ സമയത്ത് തന്നെ മുങ്ങി. അതുകൊണ്ട് കാണാൻ സാധിച്ചില്ല. നന്ദയ്ക്കും പിങ്കിക്കും ഭയങ്കരമായിട്ടും ടെൻഷനാണ്. അത് മാത്രമല്ല, പിങ്കിയുടെ കാര്യം പറയും കൂടി വേണ്ട. പിങ്കിയോട് പോകരുത് എന്ന് ഗൗതം പറഞ്ഞത് കൊണ്ട് തന്നെ പിങ്കിക്ക് വല്ലാത്ത പേടിയാണ്. ഏതായാലും പിങ്കി ഗൗതമിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആകപ്പാടെ ഞെട്ടിപ്പോയി. ഗൗതം ചോദിച്ചു, ഇപ്പൊ നിങ്ങൾ എവിടെയാ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ തന്നെയാ ഉള്ളതെന്ന് പറഞ്ഞു. അവിടെ നിൽക്കുക, ഞാൻ ഇപ്പൊ അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞ് നമ്മുടെ ഗൗതം പിങ്കിയെ കുറെ പറയുകയൊക്കെ ചെയ്തു കേട്ടോ. ബാക്കി നമ്മുടെ പിങ്കിനെ നേരിട്ട് കാണുമ്പോൾ പറയാമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫോൺ കട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് തിരിച്ചു അങ്ങനെ കൺട്രോൾ റൂമിലേക്കൊക്കെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഉത്സവ സ്ഥലത്ത് രണ്ട് കുട്ടികൾ, ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും കൂടി ഇങ്ങനെ നടപ്പുണ്ട്. അത് ഒരു പ്ലക്കാർഡും കൈ പിടിച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ നമ്മുടെ പിങ്കി പറഞ്ഞു, ഇങ്ങനെ പ്ലക്കാർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, എൻ്റെ അച്ഛനെയും അമ്മയും തപ്പി പോവുകയാണ് ഞാൻ. എൻ്റെ അച്ഛനെ അമ്മയെ എനിക്ക് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നിങ്ങനെ പിങ്കി പറഞ്ഞായിരുന്നു. അപ്പൊ അത് പ്രകാരം കൺട്രോൾ റൂമിലൊക്കെ കാര്യം വിളിച്ച് നമ്മുടെ ഗൗതം അറിയിക്കുന്നുണ്ട്. അങ്ങനെ പോലീസുകളൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് അന്വേഷണമൊക്കെ തുടങ്ങി. അപ്പൊ അവിടെ തന്നെ ഒരു 3-4 സ്ഥലത്ത് ഉത്സവവും പെരുന്നാളും ഒക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ഉത്സവം പെരുന്നാളിന്റെ ഒക്കെ ആ ഒരു സീസൺ ആണല്ലോ. എവിടെയാണെന്ന് കറക്റ്റ് കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. ഇവരെ എങ്ങോട്ടേക്കാ പോയതെന്ന് അറിയത്തില്ലല്ലോ. ഏതായാലും ഈ സമയത്താണ് നമ്മുടെ നന്ദയും പിങ്കിയും വല്ലാത്ത ടെൻഷൻ അടിച്ചിരിക്കുകയും പിങ്കിയും നന്ദയും ഗൗതം വരുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു, അങ്ങനെ വീട്ടിൽ ഇരുന്ന പെണ്ണുങ്ങൾക്ക് സമാധാനം കിട്ടുമോ, നേരെ അന്വേഷിക്കാൻ ഇറങ്ങി. അങ്ങനെ നമ്മുടെ പിങ്കി പറയുന്നുണ്ട്, അവനെ എനിക്ക് അറിയില്ല, എനിക്ക് എൻ്റെ മോനെ തിരിച്ചു കിട്ടിയേ പറ്റൂ. നന്ദ, എൻ്റെ മോനെ ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ ഗൗതമിനെ ധിക്കരിച്ചിട്ടാ ഇപ്പൊ എൻ്റെ മോനെയും കൂട്ടിക്കോട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. അവന്റെ അച്ഛനും അമ്മയും ഞാനും ഗൗതമും അല്ലേ, പിന്നെ എന്തിനാ അവൻ ഇതിനെ ഇറങ്ങി തിരിച്ചതെന്ന് പറയുമ്പം എന്തൊക്കെ പറഞ്ഞാലും അവന്റെ മനസ്സിലെ ആ ഒരു രക്തം ഉണ്ടല്ലോ, ആ രക്തത്തെ നമുക്ക് മാറ്റാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൻ അറിയാനുള്ള ഒരു ആഗ്രഹം കാണും. അത് പിങ്കി നിന്നോടുള്ള സ്നേഹക്കുറവ് കൊണ്ടൊന്നും അല്ലായിരിക്കാം. സ്വന്തം അച്ഛനും അമ്മയും തന്നെ ഉപേക്ഷിച്ചു, അതും കാലു വയ്യാഞ്ഞിട്ടാണോ തന്നെ ഉപേക്ഷിച്ചത്? അതുപോലെ അവരെന്തിനാണ് ഉപേക്ഷിച്ചത്? അങ്ങനെ 100 ക്വസ്റ്റ്യൻസുകള് നന്ദുമോന്റെ മനസ്സിൽ കാണും. അതായിരിക്കാം അങ്ങനെ തേടി ഇറങ്ങി പോയത്. ഈ ഒരു പ്ലക്കാർഡ് എഴുതി വെച്ചിട്ട് കുറച്ച് ദിവസമായി, പക്ഷെ എനിക്ക് ഇത്രയും അറിയത്തില്ലായിരുന്നു. ഏതായാലും രണ്ടുപേരെയും കാണുന്നില്ലല്ലോ, നമുക്കൊരു കാര്യം ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ രണ്ടുപേരും നേരെ ഇറങ്ങുന്നത്. അവർ രണ്ടുപേരും നേരെ ഒരു ഓട്ടോയും പിടിച്ചാട്ടോ പോകുന്നത്. അങ്ങനെയുള്ള ഉത്സവ പറമ്പുകളിലും ഒക്കെ തപ്പുവാണ്. അതിനിടയ്ക്കാണ് നമ്മുടെ ഗൗതം വിളിച്ചിട്ട്, എവിടെയാ നിങ്ങൾ നിൽക്കുന്നത് എന്ന് ചോദിച്ച് ഗൗതം വരുന്നു. ഗൗതം വന്ന ഉടനെ തന്നെ നമ്മുടെ പിങ്കിയുടെ അടുത്ത് എന്നിട്ട്, നിനക്കിപ്പോ സമാധാനമായില്ലേ? നിന്നോടൊരു 100 തവണ ഞാൻ പറഞ്ഞതല്ലേ, ഇവളുമായിട്ട് കൂട്ടുകൂടരുതെന്ന്. നിനക്ക് നിന്റെ മോന്റെ ജീവിതമാണ് വലുത് എങ്കിൽ നീ ഇവളുമായിട്ടല്ലായിരുന്നു കൂട്ടുകൂടേണ്ടത്. എന്നിവള് ഹിന്ദിവരം തറവാട്ടിൽ കാലെടുത്ത് കുത്തിയോ, അന്നൊക്കെ അവിടെ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതെല്ലാം അറിയാവുന്ന ഒരാൾ തന്നെയല്ലേ നീ. അതുമാത്രമല്ല, ഇവള് കാലെടുത്ത് കുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ മുടിയും, അത് ഉറപ്പുള്ള കാര്യമാണ്. ആദ്യം എൻ്റെ മോനെ ഈ സ്ത്രീ കൊണ്ട് കളഞ്ഞു. ഇപ്പം ഞാൻ ദത്തെടുത്ത എൻ്റെ നന്ദുമോനെ ഈ സ്ത്രീയാ ഇതിനെല്ലാത്തിനും കാരണം, ഇവള് തന്നെയാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നന്ദയ്ക്ക് എന്ത് പറയണമെന്ന് അറിയില്ല കേട്ടോ. ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ നന്ദയുടെ മോളെയും കൂടെ കാണാതെ പോയതെന്ന് ഗൗതം ചിന്തിക്കുന്നില്ലെന്നാ തോന്നുന്നത്. അതുപോലെയാണ് നന്ദയോട് ഷൗട്ട് ചെയ്യുന്നത്. കാരണം നന്ദയും ഇവരുടെ അതേ സിറ്റുവേഷൻ, അതേ മാനസികാവസ്ഥയിൽ തന്നെയാണുള്ളത്. അറിയാലോ, തന്റെ മകളും കൂടെ കാണാതെ പോയിരിക്കുകയാണ്. ഇപ്പൊ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മക്കൾ എല്ലാവർക്കും മക്കൾ തന്നെയാണ്. എന്നാലും ആ ഒരു ടെൻഷനിൽ നിൽക്കുമ്പോഴത്തേക്കുമാണ്. അപ്പൊ പിങ്കി പറയുന്നുണ്ട്, ഗൗതം ഒന്ന് നിർത്തുന്നുണ്ടോ? ഗൗതം എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഒരു നിലവാരം കുറഞ്ഞവരെ പോലെ. അല്ല, ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേ, ആ ഒരു നിലയ്ക്കെങ്കിലും ഇങ്ങനെയൊക്കെ ഈ സമയത്ത് സംസാരിക്കാൻ പാടുണ്ടോ? നമ്മുടെ അതേ മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണ് ഈ നിൽക്കുന്ന നന്ദ. അതെന്തുകൊണ്ട് ഗൗതം മനസ്സിലാക്കുന്നില്ല എന്ന് പറയുമ്പോൾ, എനിക്ക് ആരുടെയും മാനസികാവസ്ഥയും ആരുടെയും നിലപാടും ഒന്നും അറിയേണ്ട കാര്യമില്ല. എനിക്ക് മുഖ്യം എൻ്റെ മകൻ തന്നെയാണ്.
എന്റെ മകനെ എനിക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. പിങ്കി, നിന്നോട് 100 തവണ ഞാൻ പറഞ്ഞതല്ലേ ഈ വക അലവലാതി കൂട്ടങ്ങളോട് കൂടരുതെന്ന്. അത് നമുക്ക് വിന മാത്രമേ ഉണ്ടാക്കി വെക്കുകയുള്ളൂ. എനിക്ക് മാത്രമല്ല, നിനക്കും. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മുടെ പൊന്നുമോനിപ്പോ സത്യങ്ങളൊക്കെ അറിയുകയും അതുപോലെ തിരക്കി പോവുകയും ഒക്കെ ചെയ്തത്. ഇവിടെ ചിലവര് പറഞ്ഞിട്ടാണല്ലോ ഇതൊക്കെ അറിഞ്ഞത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കുറെ നേരം നമ്മുടെ നന്ദ സഹിച്ചു നിന്നിട്ട് നന്ദ പറഞ്ഞു, ഇപ്പൊ എന്താ ഗൗതമിന് വേണ്ടത്? അല്ലെങ്കിലും പണ്ടേ ഇങ്ങനെ തന്നെയാണല്ലോ, എല്ലാത്തിനും ഓരോന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുക, പിന്തള്ളി പറയുക, ആക്ഷേപിക്കുക. ഇതൊക്കെയാണല്ലോ ഗൗതമിന് അറിയുള്ളൂ. അല്ലാതെ മറ്റുള്ളവർ ചെയ്യുന്ന നന്മ എന്താണെന്നോ എന്നും വിളിച്ചു കാണിക്കാനോ എടുത്തു കാണിക്കാനോ ഗൗതം ശ്രമിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. പഴയ കഥ ഞാൻ ചിക്കി ചകഞ്ഞു പോകുന്ന ഒന്നുമല്ല, പക്ഷെ പറയേണ്ടത് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടേ ഞാൻ ഒരു ഡോക്ടറാണ്. ഞാൻ എന്റെ എത്തിക്സിന് നടക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ ഈ നിൽക്കുന്ന ഗൗതം ഒരു പോലീസാണ്, ഒരു കമ്മീഷണറാണ് എന്നും മറക്കരുത്. അതിപ്പോ എന്റെ കുഞ്ഞാണെങ്കിലും നിങ്ങളുടെ കുഞ്ഞാണെങ്കിലും കാണാതായിരിക്കുന്നത് 2 പിഞ്ചു കുഞ്ഞുങ്ങളെയാണ്. ഒന്നും അറിയാത്ത 2 പിഞ്ചു കുഞ്ഞുങ്ങളെ തപ്പി പോകുന്നതിന് പകരം ഇവിടെ നിന്നും മറ്റുള്ളവരെ പഴിചാരി പരിഹസിച്ച് ഇത് എന്തിനാ? നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് നേരെവണ്ണം ചെയ്യാൻ അറിയില്ലേ ഗൗതം എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ തന്നെ നമ്മുടെ ഗൗതം പിന്നെ ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ പിങ്കി പറയുന്നുണ്ട്, നന്ദ പറയുന്നതിൽ എന്താ തെറ്റിയിരിക്കുന്നത് ഗൗതം? എനിക്ക് എന്റെ മോനെ കാണണം, ഇപ്പൊ എനിക്ക് എന്റെ മോനെ കണ്ടുപിടിച്ചേ പറ്റൂ, എനിക്ക് എന്റെ മോനെ കാണണം, ഗൗരിമോൾ എവിടെ പോയിന്ന് അറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അവൻ ഒരു കൂട്ടുകെട്ടും ഇല്ലാതിരുന്നപ്പം ഒരു പ്രശ്നമില്ലായിരുന്നു. കുറെ കൂട്ടുകെട്ടും കുറെ പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് മനുഷ്യനിപ്പൊ തലവേദന ഉണ്ടാക്കി വെച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതമും അന്വേഷിക്കാണ് കേട്ടോ. ഇതിനൊപ്പം തന്നെ നന്ദയും പിങ്കിയും അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ അരികിലൊക്കെ സൈഡിന്റെ അരികിലൊക്കെ നിന്നിരുന്ന എല്ലാവരോടും ഇങ്ങനെ ഫോട്ടോയൊക്കെ കാണിച്ചിട്ട് ഈ കുട്ടീനെ കണ്ടോ എന്നൊക്കെ ഇവര് മാറി മാറി അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ അതിനിടയിലാണ് പ്ലക്കാർഡും വെച്ചിട്ട് ഇവര് നടക്കുന്നത്. എന്റെ അച്ഛനെ കണ്ടവരുണ്ടോ? എന്റെ അച്ഛനെ അറിയാമോ? ഞാൻ അനാഥനാണ്, എന്റെ പേര് നന്ദു എന്നൊക്കെയാണ് മുദ്രാവാക്യം പിടിച്ചിട്ടാണ് ഈ മക്കള് പോകുന്നത്. എവിടെ എങ്ങനെ അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ വല്ലതും പറ്റുമോ? പിഞ്ചു മക്കളാണ്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഇവരിങ്ങനെ പോകുന്നു. അപ്പോഴേക്കാണ് പെട്ടെന്ന് ഒരു സ്ത്രീയും 2 പുരുഷന്മാരും. ഇതിന്റെ ഇടയിൽ ന്യൂസുകളൊക്കെ ഇങ്ങനെ പരന്നു പോവുകയാണ്. ഇന്ത്യവരം തറവാട്ടിൽ വരെ ഈ ന്യൂസ് എത്തിയിരിക്കുകയാണ്. പിന്നെ പറയാനുണ്ടോ? നന്ദുമോനെ കാണുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി ആകെപ്പാടെ വെപ്രാളപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ അരുന്ധതി ലക്ഷ്മിയൊക്കെ നമ്മുടെ നന്ദേനെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. അതിനോടൊപ്പം മോഹിനിയാണെങ്കിലോ, പണ്ടാരം കാലം കുഞ്ഞിനെ ഇനി കാണരുതേ, അതിനി കാണുകയേ വേണ്ട, ഇനി കണ്ടു കിട്ടാതിരുന്നാ മതിയായിരുന്നു എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. കാരണം മോഹിനിക്ക് പവിത്രയുടെയും അരുണിന്റെയും കുഞ്ഞുണ്ടാകാൻ പോവുകയാണല്ലോ, അങ്ങനെയാണല്ലോ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇതിൽ അവർ പോകുന്നത്. ഏതായാലും ഈ സമയത്ത് ദൈവത്തിനെ വിളിച്ചുകൊണ്ട് നമ്മുടെ മോഹിനി നടപ്പുണ്ട്. ആ കുഞ്ഞിനെ കാണരുത്, ഈ കുടുംബത്തിലെ രക്തമല്ലാത്ത കുഞ്ഞ് എന്തിനാണ് ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നത്? അവൻ ഏതെങ്കിലും വഴി പോയാൽ മതിയായിരുന്നു, എങ്കിലേ നമ്മുടെ കുഞ്ഞിന് പ്രാധാന്യം കിട്ടത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മോഹിനിയുടെ ഭർത്താവിനോടും പവിത്രയോടൊക്കെ. പവിത്രയാണെങ്കിൽ വയറ്റിൽ കൈവച്ചിട്ട് ദൈവമേ, ഇല്ലാത്ത കുഞ്ഞിന് വേണ്ടിയാണല്ലോ ഇവര് ഉള്ള കുഞ്ഞിനെ കളയാൻ പോകുന്നത് എന്നുള്ള രീതിയിലാണ് പവിത്ര ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നത്. അങ്ങനെ പിന്നെ കാണിക്കുന്ന ഉത്സവ പറമ്പ് തന്നെയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഗൗരിമോള് പറയുന്നുണ്ട്, ഇതുവരെ നിന്റെ അച്ഛനെയും അമ്മേനെയും കണ്ടുപിടിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലല്ലോ, ആരെയും കാണുന്നില്ലല്ലോ. ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്റെ അച്ഛനെയും അമ്മേനെയും കണ്ടുപിടിക്കാൻ കഴിയാത്തത് എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, എങ്കിൽ പിന്നെ നമുക്ക് ഒന്നും കൂടെ നടന്ന് പുറകിലൊക്കെ അന്വേഷിക്കാം, ആരെങ്കിലും കാണുവാണെങ്കിൽ അവരിത് കാണുമായിരിക്കുമല്ലോ, അപ്പൊ അവർക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവുമായിരിക്കുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഗൗരിമോള് പറയുന്നുണ്ട്, നിന്നെ കണ്ടാൽ എങ്ങനെയാ ഇപ്പൊ മനസ്സിലാവുന്നത്? നീ കുഞ്ഞിലേ നിന്റെ പപ്പയുടെയും അമ്മയുടെയും കയ്യിൽ വന്നതല്ലേ, അപ്പൊ അവർക്ക് പെട്ടെന്ന് നിന്നെ അറിയില്ലായിരിക്കാം, ചിലപ്പോ അവര് നിന്നെ തേടി നടക്കുന്നുണ്ടായിരിക്കാം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഗൗരിമോൾക്ക് കുറച്ച് ബുദ്ധിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ അച്ഛനെയും അമ്മേനെയും കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മുടെ നന്ദുമോൻ ഇങ്ങനെ ചിരിച്ച് നടപ്പുണ്ട്. ഒരു തീരെ അഭിനയം ശരിയല്ല കേട്ടോ കുട്ടിയുടെ, പറയാതിരിക്കാൻ വയ്യ. പിന്നെ അഭിനയിച്ചൊക്കെ വരുന്നതേ ഉള്ളായിരിക്കും, എങ്കിൽ പോലും കുറച്ച് അഭിനയിക്കാൻ അറിയാവുന്നവരെ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുകയായിരുന്നുവെങ്കിൽ അതായിരുന്നു നല്ലത് എന്ന് കുറച്ച് സജഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ആ കുട്ടിയാണ് അഭിനയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് തന്നെ അറിയാം അഭിനയത്തിന് അത്ര പോരാത്ത കുട്ടിയാണ്. ഗൗരിമോള് നല്ല പക്കാ രീതിയിൽ അഭിനയിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ലേശം അടുത്ത് പോലും നന്ദുമോൻ എത്തുന്നില്ല. മുഖത്തൊരു ചമ്മലോട് കൂടിയും ഒരു നാണത്തോടു കൂടിയും ഒരു ചിരിയോടൊക്കെ കൂടി തന്നെയാണ് ആ കുട്ടി എല്ലാ വികാരങ്ങളെയും റെസ്പോണ്ട് ചെയ്യുന്നത്. കരച്ചിലാണെങ്കിലും സന്തോഷമൊക്കെ ആണെങ്കിലും അതൊക്കെ എനിക്ക് അറിയാട്ടോ. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ക്യാരക്ടറായി പോയി, അങ്ങനെ ഒരു കുട്ടീനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, സഹകരിക്കുക. പതുക്കെ ചിലപ്പോൾ മാറുമായിരിക്കാം, ഇനിയിപ്പോ മാറിയില്ലെങ്കിൽ തന്നെ മാറ്റാനും ചാൻസ് ഉണ്ട്, നമുക്ക് നോക്കാട്ടോ. അപ്പൊ അങ്ങനെ ഇരിക്കുക നമ്മുടെ നന്ദുവും ഇങ്ങനെ വീണ്ടും ഇങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു സ്ത്രീയും ഒരു പുരുഷനും ഇവരുടെ പുറകെ ഇവരെ ഫോളോ ചെയ്യുകയാണ്.
പിള്ളേരെ പിരുത്തക്കാരും ഈ പിള്ളേരെയൊക്കെ പിടിച്ചോണ്ട് പോകുന്ന ഒരു സ്ത്രീ തന്നെയാണ്, ഈ പിള്ളേരെ കച്ചവടം നടത്തുന്ന സ്ത്രീ തന്നെയാണ്. അപ്പം നന്ദുമോനെയല്ല ഗൗരിമോളെയാണ് അവർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. കാരണം അറിയാലോ പെൺകുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ആ പെൺകുട്ടിയെ തന്നെ പൊക്കണം നമുക്ക് എന്ന് ഇവരെ പ്ലഗ് ആർട്ട് പിടിച്ചേക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഇവർ അമ്മേനെ അച്ഛനെ അന്വേഷിച്ച് നടക്കുന്നു എന്നറിയാം. അപ്പൊ അതുകൊണ്ട് അമ്മയും അച്ഛനെയും കാണിച്ചു തരാന്ന് പറഞ്ഞാൽ ഇവര് കൂടെ ചെല്ലുമെന്നും അവർക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അതെടുത്ത് മുതലെടുപ്പ് നടത്തുകയാണ്. അങ്ങനെ ആ കുഞ്ഞിനെ ഗൗരിയാണ് അവിടെ നിന്ന് തട്ടിക്കൊണ്ട് പോകുന്നത്. ഈ സമയത്താണ് നമ്മുടെ നന്ദുമോൻ എന്ത് ചെയ്യുന്നത്, ഗൗരിയെ എടുത്തോണ്ട് ഓടുമ്പോഴത്തേക്കും ഗൗരിയുടെ പുറകെ ഓടുകയാണ്. ആ ബ്രേസ്ലെറ്റ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ആ ഒരു ഓട്ടത്തിനിടയിൽ ആ കുട്ടിയുടെ കാലിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറുകയാണ്. ഇതൊരു പക്ഷേ ആ കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു നിമിഷമായിരിക്കാം. ഇങ്ങനെ സംഭവിച്ചത് കൊണ്ട് തന്നെയാണ് ആ കുട്ടിയുടെ കാല് ഭേദമാകുന്നത്. അപ്പൊ അങ്ങോട്ടാണ് കാര്യങ്ങളൊക്കെ നീങ്ങി പോകുന്നത് കേട്ടോ. അപ്പൊ ഇതെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. അപ്പൊ മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മള് കറക്റ്റ് ഒരു 2:30 കഴിയുമ്പോഴാണ് നമ്മൾ പ്രമോ വിശേഷവുമായിട്ട് വരുന്നത്. പിന്നെ ഇന്ന് നടന്ന പ്രധാന വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊന്നും പ്രാധാന്യമായിട്ടും ഇന്ന് നടന്നിട്ടില്ല. നമ്മുടെ മോഹിനിയും അതുപോലെ അരുന്ധതിയും ലക്ഷ്മിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ് ആദ്യം കാണിക്കുന്നത്. മോഹിനി തന്റെ മകനാണ് തനിക്ക് വലുതെന്നും തനിക്ക് ഒത്തിരി ഒന്നുമില്ല, അതുകൊണ്ട് തന്റെ മകന്റെ കുഞ്ഞിനെ താൻ പ്രാധാന്യം കൊടുക്കുന്നുള്ളെന്നൊക്കെ പറയുന്നു. അപ്പൊ ആ ഒരു സീനാണ് ഇന്നത്തെ ദിവസത്തിൽ ആദ്യം കാണിക്കുന്നത് കേട്ടോ. പിന്നത്തെ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഗൗരിയുടെയും നന്ദയുടെയും അടുത്തേക്ക് പിങ്കി പോകാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്കും ഗൗതം തടയുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിച്ച് നമ്മുടെ നന്ദേനെ കാണാനായിട്ട് പിങ്കി പോവുകയാണ്. പിങ്കിയും കുഞ്ഞും കൂടെ പോവുകയാണ്. അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ഈ ഒരു പ്ലക്കാർഡ് ഉണ്ടാക്കി വെക്കുകയും ഈ കുഞ്ഞുങ്ങള് അച്ഛനെ അമ്മേനെ തിരക്കി പോവുകയും ഒക്കെ ചെയ്യുന്നതും ഈ കുഞ്ഞുങ്ങളെ മിസ്സാവുന്നതും അങ്ങനെ നമ്മുടെ ഗൗതമിനെ വിളിച്ച് വിവരം അറിയിക്കുന്നു. ഇത്ര മാത്രമേ ഇന്നത്തെ കഥയിൽ നടന്നിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ കഥ ഇട്ടിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ചുരുക്കി ഒന്ന് പറഞ്ഞത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, അടിപൊളി വിശേഷങ്ങളാണ് വരാനിരിക്കുന്നത്. അപ്പൊ വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ നമുക്ക് വേണം കേട്ടോ. അപ്പൊ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ വേറെ ഏതെങ്കിലും കഥകളൊക്കെ ഇടണമെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ നമ്മൾ ആ കഥയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കല്ലേ.